തിരുവനന്തപുരത്ത് 3 കുട്ടികൾക്ക് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. തോന്നയ്ക്കൽ, ചാക്ക, പുത്തൻതോപ്പ് എന്നിവിടങ്ങളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം ആകെ 6 പേർക്കാണ് സംസ്ഥാനത്താകെ 6 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കൊല്ലത്തും 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 6 വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വയറിളക്കവുമായിട്ടാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ രോഗം കണ്ടെത്തുകയായിരുന്നു. രോഗത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് വ്യക്തത ഉണ്ടായിട്ടില്ല. 9 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട്ടിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. ഇപ്പോഴും നിലവിൽ തിരുവനന്തപുരത്ത് 6 കേസുകൾ പോസിറ്റീവായിട്ടുണ്ട്. കൊല്ലത്ത് 2 കേസ്, കോഴിക്കോട് 3, വയനാട്ടിൽ 9. അത് ഈ കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിലും നടത്തിയ ടെസ്റ്റിൻ്റെ റിസൾട്ടാണ്. ഇതുവരെയായിട്ട് 9. 7 കേസുകൾ കൺഫർമേഷന് വേണ്ടിയുണ്ട് കൊടുത്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടില്ല. പിന്നെ സിംറ്റംസ് 514 പേർക്കാണ് ഈ സിംറ്റംസ് കാരണം പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. സെക്കൻഡറി 64, ടോട്ടൽ 578. ഇനി ഹോസ്പിറ്റലുകൾ വയനാട്ടിൽ 47 പേര് ഹോസ്പിറ്റലുണ്ട്. കാരണം ഞാൻ മിനിഞ്ഞാന്ന് 38 കുറച്ച് ആൾക്കാർ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ അഡീഷണലായിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ആണ് ഞാൻ പറഞ്ഞത് 47 കേസസ് ഹോസ്പിറ്റൽ അഡ്മിഷൻ ഉണ്ട്. അത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാത്രമല്ല, പ്രൈവറ്റിലും ഉണ്ട്. അപ്പോൾ അതുപോലെ കോഴിക്കോട് 3 പേരെയാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 3 പേര്, കൊല്ലത്ത് 2 പേര്.